എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 67-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 67. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേനോസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർമുഖമുകുര വൃന്ദം ഗിരിസുതേ കഥം കാരം ബ്രൂമസ്തവ ചുബുകമൗപമ്യരഹിതം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുർ അധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോ മുഖമുകുരവൃന്ദം ഗിരിസുതേ കഥം കാരം ബ്രൂമ തവ ചുബുക മൗപമ്യം രഹിതം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർ മുഖമുകുരു വൃന്ദം ഗിരിസുതേ കഥം കാരം ബ്രൂമസ്തവ ചുബുക മൗപമ്യ രഹിതം. ഇവിടെ ദേവിയുടെ താടിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അല്ലയോ ഹിമഗിരിസുതേ, അല്ലയോ പർവ്വതപുത്രി, വാത്സല്യത്താൽ ഗിരിരാജനാൽ കരാഗ്രം കൊണ്ട് സ്പർശിക്കപ്പെട്ടതും അധുരപാനത്തിലുള്ള ആകുലത നിമിത്തം പരമേശ്വരനാൽ പിന്നെയും ഉയർത്തപ്പെട്ടതും ശംഭുവിൻ്റെ കരങ്ങളാൽ ഗ്രഹിക്കത്തക്കതും മുഖമാകുന്ന ദർപ്പണത്തിന് ആധാരദണ്ഡവുമായ നിൻതിരുവടിയുടെ സാദൃശ്യമില്ലാത്ത ചുബുകത്തെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കുന്നു. ഇവിടെ അല്ലയോ ഹിമഗിരി സുതേ, അല്ലയോ ഹിമരാജപുത്രി. അപ്പം വാത്സല്യത്താൽ ഗിരിരാജനാൽ കരാഗ്രം കൊണ്ട് സ്പർശിക്കപ്പെട്ടത്. അപ്പം തൻ്റെ പുത്രിയെ വാത്സല്യം കൊണ്ട് താടിക്ക് പിടിച്ച് സ്പർശിക്കപ്പെട്ട ആ താടി. അതിന് ശേഷം പരമശിവൻ്റെ പത്നിയായതിനു ശേഷം അധരപാനത്തിലുള്ള ആകുലത നിമിത്തം പരമേശ്വരനാൽ പിന്നെയും ഉയർത്തപ്പെട്ടതും ശംഭുവിൻ്റെ കരങ്ങളാൽ ഗ്രഹിക്കത്തക്കവണ്ണം മുഖമാകുന്ന ദർപ്പണത്തിന് ആധാരദണ്ഡുമായ തിരുവടിയുടെ ദേവിയുടെ സാദൃശ്യമില്ലാത്ത ചുബുകത്തെ ഞങ്ങളെങ്ങനെ വർണ്ണിക്കുന്നു. ചുബുകമെന്ന് വെച്ചാൽ താടി. അപ്പം പർവ്വതരാജപുത്രി തൻ്റെ മകളെ വാത്സല്യത്താൽ കരാഗ്രം കൊണ്ട് തൻ്റെ കൈയുടെ തുമ്പിനാൽ സ്പർശിക്കപ്പെട്ട പവിത്രമായ താടിയാണ് ദേവിയുടേത്. അതിനുശേഷം വിവാഹിതയായതിനു ശേഷം തൻ്റെ പതിയായ പരമശിവനാൽ അധരപാനത്തിനുള്ള ആകുലത നിമിത്തം പരമേശ്വരനാൽ പിന്നെയും ഉയർത്തപ്പെട്ടതും. അപ്പോൾ ശംഭു പിന്നെ തൻ്റെ പതിയായ പരമേശ്വരനാൽ ഉയർത്തപ്പെട്ടതും ശംഭുവിൻ്റെ കരങ്ങളാൽ ഗ്രഹിക്കത്തക്ക. അപ്പം തൻ്റെ ഇരു കൈകളിലും ഭഗവാൻ തൻ്റെ ഇരു കൈകളിലും ദേവിയുടെ താടി ഇങ്ങനെ ഭഗവാന്റെ രണ്ട് കൈകളിലും വഹിക്കപ്പെട്ടതും താടി ഇങ്ങനെ പിടിക്കുമ്പോൾ എന്താണ് ആ ഒതുങ്ങിയ താടി, ആ ഒതുങ്ങിയ താടിക്ക് എന്താണ് മുഖമായ ദർപ്പണത്തിന് ആധാരദണ്ഡമാണ്. അപ്പം നീണ്ട താടി എന്ന് പറയുമ്പോൾ മുഖത്തിൻ്റെ താഴെ ഇങ്ങനെ ഒതുങ്ങിയ ഭാഗമാണ്. അതിനെ ഇവിടെ വർണ്ണിക്കുന്നത് എന്താണ്? ദർപ്പണത്തിൻ്റെ ആധാരദണ്ഡായിട്ട്, ഒരു കണ്ണാടിയുടെ മുഖമാകുന്ന കണ്ണാടിയുടെ ആധാരദണ്ഡായിട്ടാണ് കരുതുന്നത്. കണ്ണാടിയുടെ പിടിയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദേവിയുടെ ആ സാദൃശ്യമില്ലാത്ത ഒന്നിനോടും ഒന്നിനോടും സാദൃശ്യം വെക്കാനില്ലാത്ത ഞങ്ങളെ ആ ചുബുകമെന്ന് വെച്ചാൽ താടി, ദേവി നിന്തിരുവടിയുടെ താടിയെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ദേവി ചുബുകത്തിന് സാദൃശ്യമില്ല. ദേവി ചുബുകത്തിന് പകരം വയ്ക്കാനൊന്നുമില്ല. ഇപ്പോൾ ശ്രീദേവി അനാകലിത സാദൃശ്യ ചുബുകശ്രീ വിരാജിതയാണ്. ഇതും ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. ശ്രീദേവി ആരാണ്? ശ്രീദേവി അനാകലിത സാദൃശ്യ ചുബുകശ്രീ വിരാജിതയാകുന്നു. അപ്പോൾ ആരാലും സാദൃശ്യപ്പെടുത്താൻ പറ്റാത്ത ഏറ്റവും സൗന്ദര്യമുള്ള താടിയുള്ളവളാണ് ദേവി. അപ്പോൾ ഇവിടെ ദേവിയുടെ താടിയെക്കുറിച്ച് പറയുകയാണ്. ഹിമവാൻ തൻ്റെ
പർവ്വതരാജൻ തൻ്റെ പുത്രിയായ പാർവതിയെ എന്താണ് വാത്സല്യത്താൽ കരാഗ്രം കൊണ്ട് തൻ്റെ കൈത്തുമ്പ് കൊണ്ട് സ്പർശിക്കുന്നു. സ്നേഹിക്കാൻ വേണ്ടി, ചുംബിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലാളിക്കാൻ വേണ്ടി കൈത്തുമ്പ് കൊണ്ട്, കരാഗ്രം കൊണ്ട് സ്പർശിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ അത് പവിത്രമാണ്. അതുപോലെ തൻ്റെ പതിയായ പരമശിവനാൽ അധരപാനത്തിലുള്ള ആ ഒരു സ്നേഹവായ്പ, ആ പ്രേമ പാരവശ്യം അറിയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രേമ പാരവശ്യത്താൽ പിന്നെയും ഉയർത്തപ്പെട്ടതും ശംഭുവിൻ്റെ കരങ്ങളാൽ ശംഭുവിൻ്റെ പരമശിവൻ്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്നതും ആകുന്ന ആ മുഖത്തിൻ്റെ ദർപ്പണത്തിന് ആധാരമായ കണ്ണാടി, ആധാരതണ്ട ആ ദർപ്പണത്തിന് മുഖമാകുന്ന കണ്ണാടിയുടെ പിടിയായിട്ടാണ് ദേവിയുടെ താടിയെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം സാദൃശ്യമില്ലാത്ത ചുബുകത്തെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കുന്നു എന്നാണ്. അപ്പം ആർക്കും സാദൃശ്യം ചെയ്യാൻ പറ്റുകയില്ല. ദേവിയുടെ താടിയെ ആർക്കും എന്താ പറയുന്നത്, സാദൃശ്യമില്ലാത്ത, ഉപമിക്കാൻ പറ്റുകയില്ല. അതിന് പകരമായിട്ട് മറ്റൊന്നുമില്ല. ലോകത്തിൽ ദേവീ ചുബകത്തിന് ദേവിയുടെ സാദൃശ്യമില്ലാത്തതാണ് ദേവിയുടെ താടി എന്ന് പറയുന്നത്. വേറെ ആർക്കും താരതമ്യപ്പെടുത്താൻ പറ്റാത്തതാണ്. അപ്പോൾ ദേവി അനാകലിത സാദൃശ്യ ചുബുകശ്രീ വിരാജിതയാണ്. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുർ അധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർ മുഖമുകുരവൃന്ദം ഗിരിസുതേ കഥം കാരം ബ്രൂമസ്തവ ചുബുക ഔപമ്യരഹിതം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.